അതിരപ്പള്ളിയിൽ കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ശരത് ഓങ്ങലൂർ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിന്. ശരത്തെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഗുഡ് മോർണിംഗ്. നല്ല തണുത്ത സുപ്രഭാതം എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, തൃശ്ശൂർ നിവാസികൾ ഉസ്മാനൊക്കെ. അപ്പോൾ ഏത് രീതിയിലാണ് തൃശ്ശൂരിലെ ഒരു കാലാവസ്ഥ? ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ. അതിരപ്പള്ളിയിലൊക്കെ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ മഴയുടെ ഒരു അവസ്ഥ എന്താണ്? വിനിഷ, തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് അതിരപ്പള്ളി മേഖലയിൽ കനത്ത മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ ഒരു വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയുള്ളിൽ 90 മില്ലിമീറ്റർ മഴ പെയ്തു എന്നായിരുന്നു കണക്കുണ്ടായിരുന്നത്. രാത്രി വൈകിയും മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതും വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാച്ചുമരം ഭാഗത്ത് ഇത്തരത്തിൽ തോട് കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിരവധി വാഹനങ്ങളായിരുന്നു കുടുങ്ങിക്കിടന്നുണ്ടായിരുന്നത്. ഏതാണ്ട് രാത്രി 8 മണിക്ക് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണ്ട് 2 മണിക്കൂറിലേറെയായിട്ട് അവിടെ കുടുങ്ങിയ KSRTC ബസ് വരെ ഉണ്ടായിരുന്നു. രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ അതിരപ്പള്ളി മേഖലയിൽ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു പ്രയാസങ്ങളില്ല. പുലർച്ചയോട് കൂടിയിട്ട് മഴ ശമിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടും എന്ന രീതിയിൽ ആദ്യം വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ വനം വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ ആലോചന നടക്കുന്നു. അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് ചില വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും മലയോര മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികളും ഈ മേഖലയിലുള്ളവരും പ്രധാനമായിട്ടും പറയുന്നത്. പുറമേ നിന്നുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം. വലിയ അപകട സാധ്യതയുള്ള ഒരു സമയമാണിപ്പോൾ. കാരണം മഴ നിർത്താതെ പെയ്തതിന്റെ ഭാഗമായിട്ട് പലയിടത്തും മണ്ണ് കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെച്ചേക്കാം എന്ന് പറയുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും. അതായത് ഈ മേഖലയെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള പ്രദേശവാസികളും അത് പറയുന്നുണ്ട്. എന്തായാലും അതിരപ്പള്ളിയിൽ ഇന്ന് പുലർച്ചെ വരെ നല്ല മഴയാണ് പെയ്തത്. ഏതാണ്ട് 4 മണിക്കൂറിനിടെ 90 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും എല്ലാവരും സുരക്ഷിതമായിരിക്കുക എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അപ്പൊ എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ വിനിഷ. യെസ്, അതാണ് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നും തന്നെ അവഗണിക്കാതിരിക്കുക. മൂന്നാറിലേക്ക്, മലയോര മേഖലകളിലേക്ക് രാത്രി സഞ്ചാരമൊക്കെ വിലക്കുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.